യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. കേസ് ഞങ്ങൾ കാര്യമായിട്ട് അന്വേഷിക്കുന്നുണ്ട് സാർ. ശബരി നിരപരാധിയാണെന്ന് തെളിഞ്ഞാൽ കാര്യങ്ങൾ എളുപ്പമായി. ശബരി തന്ന മൊഴിപ്രകാരം യൂസഫിന്റെ ആളുകളെന്ന് പറഞ്ഞ് മുറിയിൽ വന്നവര് അവിടെ ഫേക്ക് എവിഡൻസ് പ്ലാൻ ചെയ്തതാവാനാണ് സാധ്യത. അവന്മാരാരാണെന്ന് ഞങ്ങൾ CCTV ഫുട്ടേജ് നോക്കി ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അവരെ പൊക്കാൻ വേണ്ട ഏർപ്പാടുകളും ചെയ്തിട്ടുണ്ട്. അവന്മാരെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സത്യം തെളിയിക്കാം. അവരെ പെട്ടെന്ന് കിട്ടാൻ സാധ്യതയുള്ളവരാണോ? സ്ഥിരം മയക്കുമരുന്ന് കേസുകളിലെ പ്രതികളാണ് അവര്. അവന്മാരെ ഹൈഡ് ചെയ്യാൻ സാധ്യതയുള്ള പ്ലേസൊക്കെ നമുക്കറിയാം. ഏതായാലും നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ഡോണ്ട് വറി, നമുക്ക് നോക്കാം സാർ. എനിക്കൊരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. എന്താണ്? ശബരിയുടെ വൈഫ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാ, ഡെലിവറിക്ക്. ഈ സമയത്ത് ശബരി ശരിക്കും അവിടെ വേണ്ടതാ. അതിനിടയ്ക്ക് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആയില്ലേ. ശബരിയുടെ ഭാര്യയെ വിവരങ്ങളൊന്നും ഇതുവരെ അറിയിച്ചിട്ടില്ല. ശബരിയോട് ഫോണിൽ പോലും സംസാരിക്കാൻ സാധിക്കാതെ അവൾ ആകെ ടെൻസ്ഡാ. അപ്പോ ശബരിക്ക് ഭാര്യയോടൊന്ന് ഫോണിൽ സംസാരിക്കാൻ പറ്റുമോ? അതിനെന്താ, വിളിച്ചോളൂ. താങ്ക്സ്. ഈ സമയത്ത് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് വലിയ കഷ്ടമായി പോയി. അതെ, എന്ത് ചെയ്യാനാ. ഞാൻ ആരോടൊന്നും പറഞ്ഞിട്ടില്ല. അമ്മാവനോട് മാത്രമേ സൂചന കൊടുത്തിട്ടുള്ളൂ. ആരോടും പറയത്തത് നന്നായി. അല്ലെങ്കിൽ ഏതെങ്കിലും കാരണവശാല് ദയ ഇതൊക്കെ അറിഞ്ഞാല് അത് വലിയ പ്രശ്നമായെന്നെ. അതുകൊണ്ട് ഞാനൊന്നും പറയാത്തെ. ശബരി വരാത്തതിൽ അവന്റെ വീട്ടുകാരുൾപ്പെടെ എല്ലാരും കുറ്റപ്പെടുത്തുന്നുണ്ട്. എല്ലാം കേട്ട് മിണ്ടാതെ നിൽക്കാനേ സാധിക്കുന്നുള്ളൂ. ഏതായാലും ദാസാർ ഇവിടെ ഉണ്ടല്ലോ, അതാ ഒരു ആശ്വാസം. ആ ധൈര്യത്തിലാണ് ഞാനും ഇവിടെ നിൽക്കുന്നത്. എന്നാലും ശബരിയെ പോലെ ഇത്രയും നല്ലൊരു ചെറുപ്പക്കാരന് ഇങ്ങനൊരു വിഷമം വന്നല്ലോ എന്ന് ഓർത്താ എനിക്ക് സങ്കടമാവുന്നേ. രഘു വിഷമിക്കണ്ട. തെറ്റ് ചെയ്യാത്തൊരു ഒരിക്കലും ശിക്ഷിക്കപ്പെടില്ല. ശബരിക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ശബരിയാണല്ലോ. ശബരിയോ? ഫോൺ എടുക്ക്. ഹലോ ശബരി. രഘുവേട്ടാ, എനിക്ക് ദയോടൊന്ന് സംസാരിക്കണം. ദയ റൂമിലാണല്ലോ, ഞാനിപ്പോ കൊടുക്കാം. പിന്നെ എന്താ ശബരി അവിടുത്തെ കാര്യങ്ങള്? അതൊന്നും പറയാൻ സമയമില്ല രഘുവേട്ടാ. കുറച്ച് സമയം എനിക്കിവിടെ അനുവദിച്ചിട്ടുള്ളൂ. എനിക്ക് ദയയുടെ ശബ്ദമെങ്കിലും ഒന്ന് കേൾക്കണം. ഞാനിപ്പോ കൊടുക്കാം. ആ റൂമിലോട്ട് പോ. ശബരിക്ക് ദയോട് സംസാരിക്കണമെന്ന്. ദേ ശബരിയ, നിന്നോട് സംസാരിക്കണമെന്ന്. ശബരിയേട്ട, ഇതെവിടെയാ? എന്താ വരാത്തത്? നീ കരയുവാണോ? കരയല്ലേ, ധൈര്യമായിട്ടിരിക്കെ. കാരണം പറ ശബരിയേട്ട. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതാണോ വരാത്തെ? അല്ല, ട്രെയിൻ ലേറ്റ് ആയതാ. ഞാൻ ഉടനെ എത്തും. റേഞ്ചില്ലാത്തൊരു സ്ഥലത്ത് പിടിച്ചിട്ടിരിക്കുക. അതാ വിളിക്കാൻ പോലും പറ്റാത്തത്. അതൊന്നുമല്ല, ഇത് മറ്റെന്തോ കാര്യ. എല്ലാരും എന്റെ അടുത്തുനിന്ന് എന്തോ ഒളിച്ചു വെച്ചിരിക്കുക. അത് നിന്നോട് മറച്ചു വെക്കാൻ എനിക്ക് എന്ത് രഹസ്യതയെ. നമ്മുടെ കുഞ്ഞ് ഈ ഭൂമിയിലേക്ക് വരുമ്പോ ഞാൻ അവിടെ ഉണ്ടാവും. എന്താ അതുപോലെ? സത്യമല്ലേ? എന്നെ പറ്റിക്കാനൊന്നുമല്ലല്ലോ പറയുന്നേ. ഞാൻ നിന്നെ പറ്റിക്കോ? അതും ഈ സമയത്ത്? നീ വെറുതെ മനസ്സ് വിഷമിപ്പിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. സമാധാനമായിട്ടിരിക്കണം. ശരീരം കൊണ്ട് ഞാൻ അവിടെ ഇല്ലാത്തതുള്ളൂ. എന്റെ മനസ്സ് നിന്നോടൊപ്പം തന്നെയുണ്ട് ദേ. ആ വിശ്വാസം നിനക്കില്ലേ? ഉണ്ട്. എങ്കിൽ ധൈര്യമായിട്ട് ഇരിക്കണം. ഇനി ഞാൻ സങ്കടപ്പെടില്ല. ശബരിയേട്ടൻ പെട്ടെന്നൊന്ന് വന്നാ മതി. ഞാൻ വേഗം വരാം. ശബരിയേട്ട, അച്ഛനെവിടെയുണ്ട്? ശബരിയേട്ടൻ വിളിക്കാത്തതിലും വരാത്തതിലും വലിയ വിഷമത്തിലാ അച്ഛൻ. ആണോ? നീ അച്ഛന് ഫോൺ കൊടുക്കതേ.
ശബരിയേട്ടനാ, അച്ഛനോട് സംസാരിക്കണമെന്ന്. ശബരി, നീ എവിടെ മോനെ? അത് ട്രെയിൻ ലേറ്റ് ആയത് അച്ഛാ. ഞാൻ ഉടനെ എത്തും. അച്ഛൻ ദയയുടെ ഒപ്പം തന്നെ ഉണ്ടാവണം. അറിയാലോ, അവൾക്ക് ഭയങ്കര ടെൻഷനാ. അത് പിന്നെ എനിക്കറിയില്ലേ, ഞാനിവിടെ തന്നെ ഉണ്ടാവും. ഞാൻ മാത്രല്ല, എല്ലാവരും ഉണ്ട്. അതിനെ കുറിച്ച് ഓർത്തേ മോൻ പേടിക്കണ്ട. നീയേ എത്രയും പെട്ടെന്ന് വരാൻ നോക്ക്. ഞാൻ ഉടനെ എത്തും അച്ഛാ. അച്ഛൻ ഫോൺ രഘുവേട്ടന്റെ കയ്യിലൊന്ന് കൊടുത്തേ. കൊടുക്കാൻ പോനെ. രഘു, ആ പറ ശബരി. ആ ശരി. ആ, ഇപ്പോഴെങ്കിലും പെണ്ണിന്റെ മുഖം ഒന്ന് തെളിഞ്ഞല്ലോ, അത് മതി. ഒന്ന് പോയേച്ചി. മോള് വിഷമിക്കണ്ട, അവനുടനെത്തും. ശബരിയുടെ സൗണ്ട് കേട്ടപ്പോഴേ ദയ ഹാപ്പിയായി. നിനക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണോ മോളെ? വേണ്ട ചേച്ചി. ചിലങ്കി വിവരം അറിയിച്ചില്ലേ? അവള് വരൂ. അല്ല, ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ട മഞ്ജുളിനോടും സൗമ്യയോടും അവൻ എന്തുമാത്രം സ്നേഹവും മര്യാദയാണ് കാണിക്കുന്നേ. എന്നാ സ്വന്തം കുഞ്ഞുങ്ങളോടും ഭാര്യയോടും ആ ഒരു കരുതൽ എന്റെ മോനെന്താ കാണിക്കാത്തെന്നാ എനിക്ക് മനസ്സിലാകാത്തെ. അതൊക്കെ അനുഭവിക്കാനും വേണ്ടി അച്ഛ ഒരു യോഗം. എനിക്കും എന്റെ മക്കൾക്കും അത് കാണില്ല. എന്തായാലും വിനേട്ടന്റെ ഉള്ളില് സ്നേഹം കരുണയൊക്കെ ഉണ്ടെന്ന് എനിക്കിപ്പോ മനസ്സിലായി. സ്വന്തം കാര്യം നേടാൻ വേണ്ടി എന്റെ മകൻ എന്തും ചെയ്യും. സ്വാർത്ഥനാ. ആ, ഇതും എന്തോ മനസ്സിൽ കണ്ടുള്ള അഭിനയമാണെന്നാ എന്റെ സംശയം. ഏയ്, കൂട്ടുകാരനോട് വിനേട്ടനുള്ളത് ആത്മാർത്ഥ സ്നേഹം തന്നെയാ. അവരെ ആരും ഇഷ്ടപ്പെട്ടു പോവച്ചാ, അത്രയ്ക്ക് നല്ലവരാ. നമ്മുടെ കുഞ്ഞുങ്ങളോട് അവര് കാണിക്കുന്ന സ്നേഹം കണ്ടില്ലേ? ആ, അത് കണ്ടെങ്കിലും എന്റെ മോന്റെ കണ്ണ് തുറക്കട്ടെ. അല്ല, അവൻ അവർക്ക് സദ്യ ഒരുക്കണമെന്ന് പറഞ്ഞപ്പോ ഞാൻ സമ്മതിച്ചതേ അതുകൊണ്ടാ. ആഹാ, നിങ്ങള് സദ്യകൾ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയോ? പിന്നല്ലാതെ, സമയത്തിന് അവർക്ക് ആഹാരം കൊടുക്കണ്ടേ? പിന്നെ കുറച്ച് സാധനങ്ങൾ മേടിക്കേണ്ടി വരും. ആ, അത് വാങ്ങിക്കാം. മഞ്ജുളം വേറൊരു കാര്യം പറഞ്ഞു. ആലോചിച്ചപ്പോ എനിക്കും അത് ശരിയാണെന്ന് തോന്നി. എന്താ വിനേട്ടാ? അല്ല, വേറൊന്നുമല്ല. ചീരുവിന്റെ അനിയത്തി ഹോസ്പിറ്റലാണെന്ന് ഞാൻ അവരോട് പറഞ്ഞേ. അങ്ങനെയുള്ളപ്പോ നിന്നെ ഹോസ്പിറ്റലിലേക്ക് വിടാതെ ഇവിടെ നിർത്തി ജോലി ചെയ്യിപ്പിക്കുന്നത് ശരിയല്ലെന്നാ രണ്ടുപേരും പറയുന്നത്. അയ്യോ, അത് കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിലും എനിക്കിപ്പോ ഹോസ്പിറ്റലിൽ പോകാനുള്ള പെർമിഷൻ ഒന്നും ഇല്ലല്ലോ. സോറി ചീരു, അപ്പോഴത്തെ ദേഷ്യത്തിന് ഞാൻ അങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞു പോയി. നിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടു ചെന്നാക്കാം. നീ വേഗം റെഡിയാവും. അപ്പൊ ഗസ്റ്റിന് ആഹാരം കൊടുക്കണ്ടേ? അവര് പോവാൻ തീരുമാനിച്ചോ? അവര് പോകുന്നില്ല. സൗമ്യ പറയുന്നത് ചീരു ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വരുന്നവരെ കുഞ്ഞുങ്ങളെ അവര് നോക്കിക്കോളാന്നാ. അല്ല, അപ്പോ ഫുഡ് ആരുണ്ടാക്കും? ആ, നീ ഇവിടെ സഹായിക്കെങ്കിൽ ഞാൻ ഉണ്ടാക്കിക്കോളാം. ആന്ന് വേണ്ട. ഫുഡ് നമുക്ക് പുറത്തുനിന്ന് ഓർഡർ ചെയ്യാം. നല്ല സൂപ്പർ സദ്യ വീട്ടിലെത്തിച്ചിരുന്ന കാറ്ററിംഗ് ടീമിനെ മഞ്ജുളിനെ അറിയാം. വെറുതെ അതിനുവേണ്ടി നിങ്ങളെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് മഞ്ജുളം പറഞ്ഞു. എന്താ ചെയ്യൂ? അല്ല, അവൻ പറയുന്നതിലും കാര്യമുണ്ട്. അല്ല, എന്നാലും വീട്ടിൽ ആദ്യമായിട്ട് വരുന്നവർക്ക് പുറത്തുനിന്ന് ആഹാരം വരുത്തി കൊടുക്കാന്ന് പറഞ്ഞ അതൊന്നും കുഴപ്പമില്ല ചിരു. ഇപ്പൊ എല്ലാരും അങ്ങനെയൊക്കെ തന്നെ ചെയ്യുന്നത്. ഫുഡ് ഓർഡർ ചെയ്ത് വരുത്തിയ വീട്ടുകാർക്കും ഗസ്റ്റിനും ഒക്കെ ഒരുമിച്ചിരുന്ന് കഴിക്കാലോ. മഞ്ജുളിനും സൗമ്യക്കും അതാ ഇഷ്ടം. പിന്നെ നമുക്കെന്താ? എന്നാ പിന്നെ അങ്ങനെ നടക്കട്ടെ മോളെ. നിനക്ക് പോയി ദയെ കാണുകയും ചെയ്യാലോ. ആ,